ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ നോട്ടിങ്ങം സിറ്റി സെൻറ്ററിലോട്ടാണ്. അപ്പോൾ നമ്മളവിടെ ഇന്ന് സമ്മർ ടൈമൊക്കെ ആയതുകൊണ്ട് കുറച്ച് റൈഡ്സും കുറേ സ്ട്രീറ്റ് ഫുഡ്സും അങ്ങനെ കുറേയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാനും അഖിലും അഞ്ചും കൂടെയാണ് പോകുന്നത്. അപ്പം സാധാരണ ക്രിസ്മസ് ടൈമിലും അല്ലാതെ ഇങ്ങനെയുള്ള ടൈമിലൊക്കെ ഓരോ സീസൺ അനുസരിച്ച് അവരിങ്ങനെ ഓരോന്നൊക്കെ സിറ്റി സെൻറ്ററിൽ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പം എല്ലാവർക്കും പോയി എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ കാർ പാർക്കിലോട്ട് വരുന്നത്. ഞങ്ങൾ സാധാരണ ബസ്സിലാണ് സിറ്റി സെൻറ്ററിലെല്ലാം വരാറ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ സത്യത്തിൽ നാട്ടിലെ ലുലു മാളൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പം ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്തു. പാർക്കിങ്ങിന് 2 മണിക്കൂറത്തേക്ക് ഏകദേശം 4.40 പൗണ്ടാണ് കേട്ടോ ചാർജ്. പിന്നെ ഇതാണ് വിക്ടോറിയ മാളിൻ്റെ അകത്തൂടെ കയറിയാണ് ഞങ്ങളങ്ങ് പുറത്തോട്ട് ഇറങ്ങിയത്. പക്ഷേ നാട്ടിലത്തെ പോലത്തെ മാളൊന്നും അല്ല. എന്ന് വെച്ചാൽ ഏകദേശം 5-6 മണിയോടുകൂടി മെയിൻ ഷോപ്സ് എല്ലാം ഇവിടെ ക്ലോസ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ KFC ഒക്കെ പോലത്തെ കുറച്ച് ഫുഡ് അങ്ങനത്തെ ഷോപ്സ് മാത്രമേ ചിലപ്പം അവൈലബിൾ ആയിട്ടുണ്ടാകത്തുള്ളൂ. പിന്നെ ചില ക്ലോത്ത് മാർക്കറ്റ്സൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾ നല്ല വെതറായിരുന്നു. അപ്പോഴത്തേക്കും നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ നല്ല ഫാമിലി ആയിട്ട് ആക്റ്റീവായിട്ട് പുറത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യസ്ഥാനത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റി സെൻറ്ററാണ് നമ്മുടെ ലക്ഷ്യം. അവിടെയാണ് ഈ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഒരു ഹിന്ദി ടച്ചുള്ള ഒരു സോങ് ആയിരുന്നു. മേ ബി ഹിന്ദി ആയിരിക്കും, അല്ലെങ്കിൽ ഉറുദു, അങ്ങനെ ഏതെങ്കിലും കാറ്റഗറി ആയിരിക്കും. കേട്ടിട്ട് ഹിന്ദി പോലെയാണ് തോന്നിയത്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ മെയിൻ സിറ്റി സെൻറ്ററിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള കുറേ കടകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കടയിൽ ഒരു ജെല്ലി മിഠായി, പിന്നെ നമ്മുടെ ബോംബെ പൂട, അങ്ങനത്തെ കുറേ മിഠായികളൊക്കെയാണ് കേട്ടോ ആ ഷോപ്പിൽ വിൽക്കുന്നത്. അപ്പം നല്ല വെയിലുള്ള ദിവസമായിരുന്നു. എനിക്കാണെങ്കിൽ ഈ ക്യാമറയിലൂടെ നോക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഒന്നും കാണാൻ വയ്യായിരുന്നു. ഞാൻ പിന്നെ ഒരു ഊഹത്തിൽ അങ്ങെല്ലാം എടുക്കുകയായിരുന്നു. ഈ വൈറ്റ് റോസ് എന്ന് പറഞ്ഞൊരു ചാരിറ്റി ഷോപ്പാണ്. ഇപ്പോൾ അതൊക്കെ ഓൾറെഡി ഏകദേശം 3 മണിയാകുമ്പോൾ അതൊക്കെ ക്ലോസ് ആവും. പിന്നെ എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ബിൽഡിങ്ങാണ്. ആൽക്കമിസ്റ്റ് എന്നാണ് എൻ്റെ പേര്. ഇതൊരു കോക്ടെയിൽ ബാറാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ലുക്കാണ്. രാത്രി എല്ലായിടത്തും ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും ഇവിടുത്തെ ലൈറ്റിംഗ് ആണെങ്കിൽ പോലും ഒരു ഡിം ലൈറ്റൊക്കെയാണ്. അതെപ്പോഴും അതിനൊരു ആ ഒരു മിസ്റ്റീരിയസ് ആ ഒരു സംഭവം കീപ്പ് ചെയ്യാൻ അവർ നോക്കാറുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനത്തെ കുറേ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഹൈറ്റ് പൊതുവേ പേടിയാണ്. അപ്പം ഞാൻ അതിലൊന്നും അങ്ങനെ കയറിയില്ല. മാത്രമല്ല എനിക്ക് അത്ര സേഫായിട്ടൊന്നും തോന്നിയതുമില്ല. ഞങ്ങളിതൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ ഐസ്ക്രീമൊക്കെ വിൽക്കുന്ന കുറേ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ നമ്മുടെ വാനിൽ കൊണ്ടുവരുന്ന ഐസ്ക്രീമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങളവിടെ നടന്ന് എല്ലാം കാണുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. ഈ മണലിങ്ങനെ വിരിച്ച് ശരിക്കും ഒരു ബീച്ചിൻ്റെ വൈബ് അവർ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. കണ്ടില്ല, പിള്ളേരൊക്കെ ഇങ്ങനെ ഇഴഞ്ഞ് കളിക്കുവാണ് അവിടെ. ശരിക്കും അവരൊരു കടൽ തീരത്ത് പോയ ഒരു മട്ടിലാണ് അവരുടെ എല്ലാവരുടെയും. അത് കുഞ്ഞുങ്ങളുടെയും വലിയവരുടെ എല്ലാം മൈൻഡ് സെറ്റ് അവരങ്ങനെ ആക്കി ചെയ്യണം. അത് തന്നെയാണ് ഈ ഒരു പരിപാടിയുടെ സക്സസ്സും അല്ലേ. പിന്നെ ഇങ്ങനത്തെ കുറേ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേ കണ്ട എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചൂടൊക്കെ ഉള്ളപ്പോൾ മാത്രമല്ല ഇങ്ങനെ പുറത്തിറങ്ങി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫ്ലോർ കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഇതുവരെ അവർ ഇട്ടേക്കുവാണ് ഈ ഒരു നമ്മുടെ നാട്ടിൽ മേളയ്ക്കൊക്കെ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തേക്കാണ്. ശരിക്കും ഇതിൻ്റെ ഫ്ലോറിങ് ഒന്നും ഇങ്ങനെയല്ല. പിന്നെ ഇവിടെ ഡോണറ്റ്സ്, ഫിഷ് ആൻഡ് ചിപ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ നമുക്ക് ട്രൈ ചെയ്യാനുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് ഈ പാർക്ക് നമ്മുടെ ബീച്ചിനോട് അനുബന്ധിച്ച് അതിൻ്റെ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ചേർന്നിട്ടുള്ള ഷോപ്സ് ആയിക്കോട്ടെ, ഇപ്പം കൂൾ ഡ്രിങ്ക്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, ഒരു സ്ലഷൊക്കെ എല്ലാം വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. അപ്പം ഞങ്ങളിതെല്ലാം കണ്ട് എൻജോയ് ചെയ്തോളൂ കേട്ടോ. നമ്മളിങ്ങനെ അധികം കാര്യങ്ങളൊന്നും അങ്ങോട്ട് കയറി ട്രൈ ചെയ്യാനൊന്നും പോയില്ല. പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞുങ്ങൾക്ക് ഈ മണ്ണിലിരുന്ന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ വയ്ക്കാൻ വെച്ചിരുന്നത്. പിന്നെ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് പോയി. ഇതാണ് ഞങ്ങളുടെ കൗൺസിലൊക്കെ ഇവിടെയാണ്. ഇതാണ് ശരിക്കും ഇവിടുത്തെ ഫ്ലോറിങ് കേട്ടോ. ഇതാണ് അവർ മാറ്റി അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ സീസൺ അനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് നല്ല കാര്യമാണല്ലേ. എല്ലാവർക്കും കുറച്ച് എൻജോയ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ കൗൺസിൽ ഓരോ സീസൺ അനുസരിച്ചൊക്കെ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇതാണ് പ്രൈമാർക്ക്. എനിക്ക് ഈ പ്രൈമാർക്കിൽ എപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുൻഭാഗത്തെ ഈ ഒരു ഭാഗം കാണുമ്പോൾ ഒരു നൊസ്റ്റിക് ഫീലാണ്. കാര്യം ഞങ്ങളിവിടെ വന്ന സമയത്ത് ഫ്ലാഷ് മോബായിട്ട് തിരുവാതിര കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണത്തിന്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ എപ്പോഴും അതാ ഓർമ്മ വരും ഈ ഒരു സ്ഥലം എത്തുമ്പോൾ.
പിന്നെ ഇത് പ്രൈമാർക്കാണ്. പ്രൈമാർക്ക് മിക്കുള്ളവർക്കും അറിയായിരിക്കും. അത്യാവശ്യം ചീപ്പായിട്ട് നമുക്ക് ഡ്രസ്സും, മെയിനായിട്ട് ഡ്രസ്സാണ്, അതൊക്കെ മേടിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഞങ്ങൾ തിരിച്ച് അതുവഴി വരുമ്പോഴത്തേക്കും പുള്ളി ഇതുവരെ പാട്ട് പാടി തീർന്നിട്ടില്ല. ഈ കാണുന്നത് എനിക്ക് ഇത്രയും വെയിലുണ്ടെന്ന് വെച്ചിട്ട് സമയം അതല്ല കേട്ടോ, ഏകദേശം 8-8:30 അടുപ്പിച്ച് സമയമായിട്ടുണ്ട്. പിന്നെ ഇത് വോഡഫോൺ കടയാണ്. ഇത് ഞാൻ ആദ്യം നോട്ടിങ്ങാമിലോട്ട് വരുന്ന സമയത്ത് ഈ ഷോപ്പൊക്കെ ആയിരുന്നു ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന നോട്ടിങ്ങാം നോക്കുമ്പോഴത്തേക്ക് കേട്ടോ. എനിക്കിത് കാണുമ്പോൾ എപ്പോഴും അതാ ഓർമ്മ വരിക. അങ്ങനെ ഞങ്ങൾ എല്ലൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവുമായിരുന്നു. ഹോപ്പ് എവരിവൺ ലൈക്ക് ഇറ്റ്. ബൈ.